വൈറലാവണമെങ്കിൽ ഇപ്പം ഇങ്ങനെ നല്ല സിനിമയായിരുന്നേ, എല്ലാം പൃഥ്വിരാജ് പൊളിച്ച് ആടി. ശരിക്കൊരു അലൻ ജോസ് പെരേരയാവാനാണ്. ഇല്ല, എനിക്കൊരാഗ്രഹം, ഞാൻ അങ്ങനെ ട്രോൾ ചെയ്തതാണ്. വല്ല പഠിക്കും പോടോ. അല്ല അവൻ്റെ തന്നെ പൊക്ക് കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. അവ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല സിനിമയായിരുന്നു. ഓക്കെ, അത്ര പറ്റി. പുള്ളിയുടെ ഫ്രണ്ടാണ്. ആരാ? എൻ്റെ ആരും അല്ലേ, ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല പടമായിരുന്നു, സൂപ്പർ പടം. നമുക്ക് ആ ജീവിതം നമുക്ക് ഒരു ഫീലിംഗ് കിട്ടിയായിരുന്നു അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക്. ഒരു നല്ല പടമായിരുന്നേ. അടിപൊളിയായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമയാണത്. എല്ലാവരും വന്ന് കാണാം. എൻ്റെ ഫാമിലീനെ പറ്റി ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ആവുന്ന ഒരു പോർഷനാണത്. അടിപൊളി പടം. ഞാൻ രണ്ടാമത്തെ തവണയാണ് കാണുന്നത്. ഞാൻ ഫാൻസിലുണ്ട് പൃഥ്വിരാജിൻ്റെ. പക്ഷേ ഭയങ്കരമായിട്ട് വിഷമം, സഹിക്കാൻ പറ്റില്ല. അഭിനയം അതൊരു രക്ഷയില്ല. ഇനി മലയാളത്തിന് മേലെ ഇനി വരില്ല ഇങ്ങനെ. എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീലോ ഇമോഷൻ ആസ് എൻ ഓഡിയൻസ് നമുക്ക് കിട്ടത്തില്ല. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ കൊള്ളാം, പടം കൊള്ളാം. പടം നല്ല എൻജോയ് ചെയ്യണം. നമ്മൾ പ്രതീക്ഷിച്ച സാധനം തന്നെ എന്തായാലും ഉണ്ട്, വേറെ അങ്ങനെ കുഴപ്പമൊന്നും. നല്ലായിരുന്നു, നല്ല പടമായിരുന്നു. നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പ്രതീക്ഷിക്കാനും മേലെയായിരുന്നു, നല്ലതായിരുന്നു. വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, മസ്റ്റ് വാച്ച്. എന്തായാലും അതിന് ഓസ്കാർ കിട്ടാൻ എന്തായാലും ചാൻസ് ഉള്ളു. അത്രയ്ക്കും അഭിനയമായിരുന്നു. കാരണം പൃഥ്വിരാജിനെ ഈ ഒരു ലെവലിൽ കാണാമെന്ന് പറയുന്നത് തന്നെ എന്തായാലും മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. അടിപൊളി, ഒന്നും പറയാനില്ല, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ക്ലാസിക് ഫിലിം, വൺ ഓഫ് ദ ബെസ്റ്റ്. സൂപ്പർ പടമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അവാർഡൊക്കെ കിട്ടുമായിരിക്കും. ജീവിതത്തിൻ്റെ നമുക്കൊരു എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടിയായിരുന്നു, എങ്ങനെയാണ് ആ ജീവിതം ജീവിച്ചത്, അങ്ങനെയൊക്കെ. നല്ല പടമായിരുന്നു, നല്ല സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജ് അപേക്ഷിക്കായിരുന്നു, ബ്ലസ്സി അപേക്ഷിക്ക, ആ സിനിമാറ്റോഗ്രാഫി ഇത്രയായിരുന്നു. വാവ്, ഫാന്റാസ്റ്റിക്. നമ്മളുടെ ആ ഒരു വിഷ്വൽസ് വെച്ച് നമ്മളെ അങ്ങനെ മരുഭൂമിയിൽ എത്തിച്ച് നമ്മുടെ മരുഭൂമിയിലെ നടുക്കാണെന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ വിഷ്വൽസ് ആയിരുന്നു. പൊളി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സങ്കടം തോന്നി കണ്ടിട്ട്. പൃഥ്വിരാജിൻ്റെ അഭിനയം നല്ല അപാര അഭിനയമായിരുന്നു, പറയാനില്ല ഇതിനകത്ത്. ടേസ്റ്റ് ഓഫ് ഫ്രം മോളിവുഡ് എല്ലാ മേഖലയും, ഇപ്പം AR റഹ്മാൻ്റെ മ്യൂസിക് ആണെങ്കിലും ബ്ലസ്സിയുടെ ഡയറക്ഷൻ ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, എല്ലാ മേഖലയിലും വളരെ നല്ല രീതി. അത് നമുക്കറിയാവുന്ന ഒരു കഥേനെ ഇത്രയധികം എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയി വളരെ മനോഹരമായ രീതിയിൽ. അമ്മയ്ക്ക് വളരെ ഇമോഷണലായി കരയുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ. താങ്ക് യു. നല്ല സിനിമയായിരുന്നു. പൃഥ്വിരാജ് നല്ലപോലെ അഭിനയിച്ച്. ബ്ലസ്സിയുടെ മേക്കിംഗ് അടിപൊളിയായിരുന്നു. നല്ലൊരു ഇൻ്റർനാഷണൽ അപ്പീലൊക്കെ ഉണ്ടായിരുന്നു. അവാർഡൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്.